നമസ്കാരം, അഭിലാഷാണ് ഓറിയൻസിൽ നിന്ന്. അപ്പോൾ ഓറിയൻസ് ബിസിനസ് പ്ലാനിൽ കമ്പനിയുടെ 7 തരത്തിലുള്ള വരുമാനത്തിൽ ആദ്യത്തെ 3 തരത്തിലുള്ള വരുമാനങ്ങൾ നമ്മൾ മനസ്സിലാക്കി. അതായത് റീറ്റെയിൽ ബോണസ്, ഫാസ്റ്റ് ട്രാക്ക് ബോണസ്, കോമ്പൻസേഷൻ ബോണസ്. ഈ 3 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മനസ്സിലാക്കി. അപ്പോൾ ഇനി കമ്പനിയുടെ ബാക്കിയുള്ള വരുമാനങ്ങളെ പറ്റിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത വ്യക്തികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. सपनों को सच करता है कोई तो वो है ओरिएंट. കമ്പനി ഇവിടെ 4ാമതായി നമുക്ക് തരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ പാർട്ണർഷിപ്പ് ബോണസ് ആണ്. എന്താണ് പാർട്ണർഷിപ്പ് ബോണസ്? ഇവിടെ നമുക്ക് പാർട്ട്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാം. ആരാണ് നമ്മുടെ പാർട്ണർ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ബിസിനസ്സിലോട്ട് ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവരെല്ലാം നമ്മുടെ പാർട്ണറാണ്. വരുമാനം എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കമ്പനിയുടെ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലെത്തുക. 5 ഡയമണ്ട് എന്നുള്ള ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. നമ്മുടെ ടോട്ടൽ ബിസിനസ് വോളിയം ഒരു 9 ലക്ഷം ബിസിനസ് വോളിയവും നമ്മുടെ റൈറ്റിലും ലെഫ്റ്റിലുമായിട്ട് ഓരോ 4 ഡയമണ്ട് വരുമ്പോഴാണ് നമ്മൾ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിലാവുന്നത്. അപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ 5 ഡയമണ്ട് പൊസിഷനിലാവുക. നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാളും ഈ കമ്പനിയുടെ 5 ഡയമണ്ട് പൊസിഷനിലാവുക. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തി ഈ കമ്പനിയുടെ 5 ഡയമണ്ട് പൊസിഷനിലാവുമ്പോൾ എന്നാണോ 5 ഡയമണ്ട് പൊസിഷനിലാവുന്നത് അന്ന് മുതൽ ആ വ്യക്തി വാങ്ങിക്കുന്ന കോമ്പൻസേഷൻ ബോണസ്, ഞാൻ 3ാമതായിട്ട് പറഞ്ഞ കമ്പനിയുടെ കോമ്പൻസേഷൻ ബോണസ് എത്രയാണോ ആ വ്യക്തി വാങ്ങിക്കുന്നത് അതിന്റെ 10% നമുക്ക് പാർട്ണർഷിപ്പ് ബോണസ് ആയിട്ട് നമുക്ക്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിക്ക് അതിന്റെ 10% തരുന്നതാണ് പാർട്ണർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു വ്യക്തിയെ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ആ വ്യക്തി കമ്പനിയുടെ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിലാവുകയും നമ്മൾ ഈ കമ്പനിയുടെ 5 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്തിച്ചേരുകയും ചെയ്താൽ ആ വ്യക്തി, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തി വാങ്ങിക്കുന്ന കോമ്പൻസേഷൻ ബോണസിന്റെ 10% നമ്മുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനിയുടെ പാർട്ണർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എത്ര പാർട്ട്നേഴ്സിനെ വേണോ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു 5 വ്യക്തികളെ ക്രിയേറ്റ് ചെയ്താൽ ഈ 5 വ്യക്തികളും ഈ 5 ഡയമണ്ട് പൊസിഷനിലാവുകയും അവര് ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുന്ന കോമ്പൻസേഷൻ ബോണസ് എത്രയാണോ അതിന്റെ 10% അവരെ ഇൻട്രൊഡ്യൂസ് എന്നുള്ള ഒറ്റ കാരണത്താൽ നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി തിരിച്ചു തരുന്ന സിസ്റ്റമാണ് ഈ പാർട്ണർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എ എന്ന് പറയുന്ന ഒരു വ്യക്തി, ഞാൻ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബി, സി, ഡി, ഇ, എഫ് എന്നീ 5 വ്യക്തികളെയാണ് ഞാൻ ഡയറക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വെച്ചു. ഈ 5 വ്യക്തികൾ 1 ലക്ഷം രൂപ വെച്ച് ഒരു കട്ട് ഓഫിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയായി. ഈ 5 ലക്ഷം രൂപയുടെ 10%, അതായത് 50,000 രൂപ ആ വ്യക്തികളെ ഇൻട്രൊഡ്യൂസ് എന്നുള്ള ഒറ്റ കാരണത്താൽ എനിക്ക്, അതായത് എ എന്ന് പറയുന്ന വ്യക്തിക്ക് പാർട്ണർഷിപ്പ് ബോണസ് ആയിട്ട് കിട്ടും. അതാണെന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ വ്യക്തി ഈ കമ്പനിയുടെ 5 ഡയമണ്ട് പൊസിഷനിലാവുകയും അന്ന് മുതൽ ആ വ്യക്തി വാങ്ങിക്കുന്ന കോമ്പൻസേഷൻ ബോണസ് എത്രയാണോ അതിന്റെ 10% നമ്മളെ അക്കൗണ്ടിൽ തന്നെ തിരിച്ച്, അതായത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ അക്കൗണ്ടിൽ തരുന്ന ഒരു സിസ്റ്റമാണ് ഈ കമ്പനിയുടെ പാർട്ണർഷിപ്പ് ബോണസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, കമ്പനിയുടെ 5ാമത്തെ വരുമാനം എന്ന് പറയുന്നത് പേഴ്സണൽ പർച്ചേസ് ബോണസ് ആണ്. ഇതെങ്ങനെയാണ് പേഴ്സണൽ പർച്ചേസ് ബോണസ് കമ്പനി നമുക്ക് തരുന്നത്? ഇവിടെ നമുക്ക് റീപർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഉൽപ്പന്നങ്ങൾ കമ്പനിയിലുണ്ട്. 150 പരം ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഓരോ പൊസിഷനിൽ നിന്നുകൊണ്ടും നമ്മളുടെ പേഴ്സണൽ ഐഡി വെച്ച് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ പെർസെന്റേജ്, അത് ഓരോ പൊസിഷനിലും ഓരോ പെർസെന്റേജ് നമുക്ക് തിരിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് ഈ പേഴ്സണൽ പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ 1 ഡയമണ്ട് എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നിൽക്കുന്നത് വെച്ചോ. ആ 1 ഡയമണ്ട് പൊസിഷനിൽ നിന്നുകൊണ്ട് എന്റെ പേഴ്സണൽ ഐഡി വെച്ച് ഞാൻ പർച്ചേസ് ചെയ്യുന്ന ബിസിനസ് വോളിയത്തിന്റെ 10% എന്റെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റം. അതായത് 1 ഡയമണ്ട് പൊസിഷനിൽ 10%, 2 ഡയമണ്ട് പൊസിഷനിൽ 15%, 3 ഡയമണ്ട് പൊസിഷനിൽ 20%, 4 ഡയമണ്ട് പൊസിഷനിൽ 24%, 5 ഡയമണ്ട് പൊസിഷനിൽ 28%, 6 ഡയമണ്ട് പൊസിഷനിൽ അത് 31%, 7 ഡയമണ്ട് പൊസിഷനിൽ അത് 34%, ഗോൾഡ് ഡയറക്ടർ എന്ന പൊസിഷനിൽ 36%, ഡയമണ്ട് ഡയറക്ടർ എന്ന പൊസിഷനിൽ 38%, അംബാസഡർ എന്ന് പറഞ്ഞ ലെവലിൽ 39%, ക്രൗൺ അംബാസഡർ എന്ന ലെവലിൽ 40%, 1 ഡയമണ്ട് ക്രൗൺ അംബാസഡറിൽ അത് 41% കമ്പനി ആ ആളുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പേഴ്സണൽ പർച്ചേസ് ബോണസ് എന്ന് പറയുന്ന ബോണസ്. അതായത് നമ്മളെ പേഴ്സണൽ ഐഡി വെച്ച് പർച്ചേസ് ചെയ്യുന്നതിന്റെ അതത് പെർസെന്റേജിൽ ഏതൊക്കെയാണോ റാങ്ക്, ആ ഓരോ റാങ്കിലും അതത് പെർസെന്റേജ് നമ്മുടെ അക്കൗണ്ടിൽ തന്നെ തിരിച്ചു തരുന്ന ഒരു സിസ്റ്റമാണ് പേഴ്സണൽ പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ പറയാം കമ്പനിയുടെ വിറ്റ് വരവിന്റെ
64% പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ഓറിയൻസ് ഗ്ലോബൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ കമ്പനി. ഇവിടെ നമുക്ക് ഈ പേഴ്സണൽ പർച്ചേസ് ബോണസ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ഈ ബിസിനസ്സിൽ നിന്ന് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അത് പാർട്ട് ടൈം ആയിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതായത് ആപ്പി ഹോം എന്ന് പറഞ്ഞാൽ ആ ആപ്ലിക്കേഷന്റെ പേര്. അത് ആപ്പി ഹോം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരാം. അപ്പൊ ആ ആപ്പി ഹോം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീട്ടിലിരുന്ന് പോലും പാർട്ട് ടൈം ആയിട്ട് ഈ പേഴ്സണൽ പർച്ചേസ് വഴി ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ന് കമ്പനിയിലുണ്ട്. അതുകൊണ്ട് പേഴ്സണൽ പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത് വലിയൊരു വരുമാനമാണ്. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരു ഇൻകം വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു വരുമാനം കൂടിയാണ് ഈ പേഴ്സണൽ പർച്ചേസ് ബോണസ് എന്ന് പറയുന്നത്. അതായത് ഈ കമ്പനിയുടെ നമ്മൾ ഒരു 1 ഡയമണ്ട് പൊസിഷനിൽ നിന്നുകൊണ്ട് ഒരു 1 ലക്ഷം ബിസിനസ് വോളിയത്തിന്റെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 10% 10,000 രൂപ നമ്മൾ അക്കൗണ്ടിൽ തരും. അതേ പൊസിഷനിൽ നമ്മൾ 2 ഡയമണ്ടിലാണ് നിൽക്കുന്നതെങ്കിൽ സെയിം പർച്ചേസ് ആണ് നമ്മൾ നടക്കുന്നതെങ്കിൽ അതിന്റെ 15,000 രൂപ നമുക്ക് കിട്ടും. 3 ഡയമണ്ടിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ 20%, അതായത് 20,000 രൂപ നമുക്ക് കിട്ടും. അങ്ങനെ അത് 1 ഡയമണ്ട് ക്രൗൺ അംബാസഡർ പൊസിഷനിൽ നിന്നുകൊണ്ടാണ് നമ്മൾ 1 ലക്ഷം രൂപ ബിസിനസ് വോളിയത്തിന്റെ സാധനം നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ 41,000 രൂപയും പേഴ്സണൽ പർച്ചേസ് ബോണസ് ആയിട്ട് കമ്പനി നമുക്ക് തരുന്ന ഒരു സിസ്റ്റമാണ് ഈ പേഴ്സണൽ പർച്ചേസ് ബോണസ്. നെക്സ്റ്റ് ഇവിടെ 6ാമതായിട്ട് കമ്പനി കൊടുക്കുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഹോണററി ബോണസ് ആണ്. ഇത് ഗോൾഡ് ഡയറക്ടേഴ്സിന് മേളിലോട്ടുള്ളവർക്ക് കമ്പനി കൊടുക്കുന്നതായിട്ടുള്ള ഒരു വരുമാനമാണ്. ഇത് കമ്പനി കൊടുക്കുന്ന പറഞ്ഞാൽ കമ്പനിയുടെ 2%, കമ്പനിയുടെ ടേൺ ഓവറിന്റെ 2% ആണ് കമ്പനി ഈ ഒരു വരുമാനം കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നത്. ഇത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് മാസത്തെ ടേൺ ഓവർ നോക്കിയിട്ടാണ് കമ്പനി മാസം തോറുമാണ് ഈ ഒരു ഹോണററി ബോണസ് എന്ന് പറഞ്ഞ സിസ്റ്റം കൊടുക്കുന്നത്. അതായത് ഓരോ ഗോൾഡ് ഡയറക്ടേഴ്സിന് മേളിലോട്ടുള്ളവർക്ക് കമ്പനിയുടെ ടോട്ടൽ ടേൺ ഓവറിന്റെ 2% അവരവരുടെ ഷെയറിനനുസരിച്ചുള്ള ബിസിനസ് വോളിയത്തെ ബേസ് ചെയ്ത് കമ്പനി കൊടുക്കുന്നതായിട്ടുള്ള ഒരു വരുമാനമാണ് ഹോണററി ബോണസ്. അപ്പോൾ ഈ 3 തരത്തിലുള്ള വരുമാനം, അതായത് പേഴ്സണൽ പർച്ചേസ് പാർട്ണർഷിപ്പ് ബോണസ്, പേഴ്സണൽ പർച്ചേസ് ബോണസ്, ഹോണററി ബോണസ്, ഇത് എന്തെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത്. ഇനി കമ്പനിയുടെ അടുത്ത 7ാമതായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് റിവാർഡ്സ് ആണ്. അത് ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ റിവാർഡ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ ഒരു ഇപ്പം കമ്പനിയുടെ ടോട്ടൽ 7 തരത്തിലുള്ള വരുമാനത്തിൽ നമ്മൾ 6 തരത്തിലുള്ള വരുമാനത്തെ പറ്റി 2 വീഡിയോയിലായിട്ട് മനസ്സിലാക്കി. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്ത് തന്നെയായാലും ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഓറിയൻസ്.